നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ Zee5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയേട്ടന്റെ ഭാര്യയാവാൻ പോകുന്നത് ഗിരിയേട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇത്രയും നാളും ഏട്ടന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരേ ഒരു കാര്യം ഇത് മാത്രം. ഗിരിധറും ഞാനും ഈ പറഞ്ഞതൊക്കെയാണോന്ന് എനിക്കറിയില്ല. ഒരു പരസ്പര ധാരണയ്ക്കപ്പുറത്തേക്ക് ഞങ്ങളുടെ ബന്ധം വളരുമെന്നും എനിക്കറിയില്ല. എങ്കിലും നീരജിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഗിരിധരനോട് സ്നേഹവും കരുതലും ഉള്ള ഒരാളെങ്കിലും ആ വീട്ടിലുണ്ടല്ലോ. ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കേണ്ട നിമിഷം വന്നിട്ട് നീ അപ്പോഴും ഇങ്ങനെ കണ്ണു നിറയ്ക്കാണോ? ഇതേ സന്തോഷത്തിന്റെ കണ്ണുനീരാടാ പോട്ട. മനസ്സ് നിറഞ്ഞത് പുറത്തേക്ക് വന്നതാ. നീ നോക്കിക്കോ, എന്റെ കല്യാണം നടക്കുമ്പോ സനുവിന്റെ കണ്ണു ഇതുപോലെ നിറയും. അവളുടെ കല്യാണം നടന്നു കാണാൻ ഞാൻ കാത്തിരുന്ന പോലെ എന്റെ കല്യാണം കാണാൻ എത്രയോ നാളായി അവളും കാത്തിരിക്കുക. വാസനു, സനു ചേട്ടന്റെ അനുഗ്രഹം മേടിക്കേ. Wish you both a very happy married life. Thanks. ഏട്ടനും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. Such a cute couple. ഈ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ എന്നും ഉണ്ടാവട്ടെ. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞങ്ങൾ ലൊക്കേഷനിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇറങ്ങിയതാ. ഞങ്ങൾക്ക് ഇറങ്ങിയ സമയമായി. നിങ്ങളുടെ തിരക്ക് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തടസ്സം പറയുന്നില്ല. വന്നല്ലോ, സന്തോഷം. പക്ഷേ അതിനു മുമ്പ് ഒരു സെൽഫി. ഒരു സെക്കൻഡ് സുമി ചേച്ചി ഇങ്ങ് വന്നേ. വന്നേ. മോളെ ചെല്ല്. അല്ല, നമുക്ക് ചേച്ചിനെ കൂട്ടി ഒരു ഫോട്ടോ എടുത്താലോ? ഓക്കെ. ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ ചെന്ന് പറയുന്നതേ, അല്ലെങ്കിൽ ഒന്നും നേരത്തിനും കാലത്തിനും നടക്കാൻ പോണില്ല. ചെന്ന് കയറുന്ന കാര്യ. അതെ, എക്സ്ക്യൂസ് മീ. ആ, എന്താ ഇന്നലെ പറഞ്ഞു? അതെ, വീട്ടിൽ ചെന്നിട്ട് ഗൃഹപ്രവേശം എന്നൊരു ചടങ്ങും കൂടി ബാക്കിയുണ്ടല്ലോ. രാഹുകാലത്തിന് മുമ്പ് എത്തിയില്ലെങ്കിൽ ഒക്കെ അങ്ങ് വെള്ളത്തിലാവും. ഓ, അതുകൊണ്ട് വേഗം ഇറങ്ങിയില്ലെങ്കിൽ. അത്രേ ഉള്ളൂ. അതിനെന്താ, ഒന്ന് സ്പീഡാക്കാൻ ഞാൻ സനുവിനോട് പറയാം. അതെ, ഒരു മിനിറ്റേ. സനു, കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ നോക്ക്. രാഹുകാലത്തിന് മുൻപ് ശ്രീയുടെ വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. അവിടെ ഗൃഹപ്രവേശവും ചടങ്ങുകളും ഒക്കെ ബാക്കിയുണ്ട്. വാട്ട്? ഇനിയും തീർന്നില്ലേ ഈ ചടങ്ങും മണ്ണാങ്കട്ടയും? സനു ഒന്ന് പതുക്കെ.
സനു, നമ്മൾ വീട്ടിൽ കയറി ചെല്ലുന്ന ചടങ്ങ് കൂടിയല്ലേ ഉള്ളൂ. വീട്ടിലോ? എപ്പോ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്. എന്നാര് പറഞ്ഞു? ഐ ഹാവ് പ്ലാൻ ശ്രീ. എന്ത് പ്ലാൻ? നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാ. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവരെല്ലാരും ചേർന്ന് നമുക്കൊരു ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാ. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാ നമ്മൾ ഡ്രസ്സ് മാറുന്നു, നേരെ എയർപോർട്ടിലേക്ക് വിടുന്നു. അതിനുള്ള സമയം നമുക്ക് കിട്ടൂ. അതെങ്ങനെ ശരിയാവും? ഗിരിയുടെ കല്യാണത്തിന് നീ ഇവിടെ നിൽക്കില്ലേ? സനു, ചോദിച്ച കേട്ടില്ലേ? എന്നോടൊന്ന് ആലോചിക്ക പോലും ചെയ്യാതെ എന്തിനാ തനി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചത്? കം ഓൺ ശ്രീ, ഇതിൽ ഇത്ര ഈഗോ ഹേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. ഈഗോ അല്ല സാനിയ, എന്റെ ചേച്ചിയുടെ കല്യാണമാണ് വിഷയം. ശ്രീനി, മോളെ സനു, അപ്പൊ ഏട്ടന്റെ കല്യാണം കാണാൻ നിൽക്കുന്നില്ലേ? ഏട്ടാ, സത്യമായിട്ട് ഇത് എന്റെ പ്ലാനിങ് അല്ല. എന്റെ കൂട്ടുകാർ എനിക്ക് നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ് ആണിത്. എനിക്ക് പ്രധാനം എന്റെ ചേച്ചിയുടെ കല്യാണം തന്നെയാ. ഹണിമൂൺ അത് കഴിഞ്ഞു പോയാ മതി. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് ശ്രീ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ രണ്ടുപേരുടെ ഫ്ലൈറ്റ് ബുക്ക്ഡ് ആണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് റിസോർട്ട്സിൽ ഒന്നാണ് എന്റെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ദിവസം ചെലവിടാൻ എത്ര എക്സ്പെൻസ് എന്നറിയോ? നിനക്ക് പോവാം. യു ആർ ഫ്രീ ടു ഗോ. എന്നെ പ്രതീക്ഷിക്കണ്ട. എനിക്ക് സ്വർഗം തുറന്നു തരാന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാൾ വലുത് എനിക്ക് എന്റെ ചേച്ചിയുടെ കല്യാണമാണ്. മോനെ ശ്രീനി. ശ്രീ, ശ്രീ നിൽക്ക്. ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. ഇന്നു മുതൽ സാനിയയുടെ സന്തോഷങ്ങളൊക്കെ നിന്റെ ഉത്തരവാദിത്തം മോനെ. എന്ത് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും എന്ത് നഷ്ടം വന്നാലും ഇന്നത്തെ ദിവസം അവളുടെ കണ്ണു നിറയരുത്, ആ മുഖം മങ്ങരുത്. നീ കാരണം അത് സംഭവിക്കരുത്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? ചേച്ചിയുടെ കല്യാണം കൂടാൻ നിൽക്കാതെ ഞാൻ ഹണിമൂൺ പോണെന്നാണോ? ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും കാത്തിരുന്നേ. ആ സന്തോഷം എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല സുമിത ചേച്ചി. ഐ എം റിയലി സോറി. ഇതാ, എന്റെ കല്യാണം നിനക്കൊരു പെൻഡ്രൈവിലോ ഒരു CD-യിലോ ഒക്കെ കാണാവുന്നല്ലേ ഉള്ളൂ ശ്രീ. പക്ഷെ അതിനു വേണ്ടിട്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കിയാലോ? അതെന്നെ എല്ലാ കാലവും സങ്കടപ്പെടുത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടാവാനായിട്ട് ഈ ചേച്ചി ഒരിക്കലും ആഗ്രഹിക്കില്ലടാ. പുതിയ ജീവിതമാണ്, നിന്റെ പ്രയോറിറ്റീസും പുതിയതായേ പറ്റൂ. നീ വന്നേ. ശ്രീ നിന്നോട് വരാനാ പറഞ്ഞേ. എടാ, നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. സന്തോഷത്തോടെ പോയിട്ട് വാ. എൻജോയ്. ഈ മുഖം ഒന്ന് നന്നാക്കി വെച്ചേ. ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടാണോ ഹണിമൂണിന് പോകുന്നത്? ഇതാ, ഇതിട്ടെ. പിടിക്കും. ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. അതെ, ഇനി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എടുക്ക്. സമയം കളയണ്ട. വാ. ഡൗൺലോഡ് ചെയ്യൂ Zee 5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.